friends, welcome back. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു സൂപ്പർ സ്ട്രക്ചറിന്റെ ഇല്ലേ ഷുഡ്, മസ്റ്റ്, ഹാവ് ടു, ഓട്ട് ടു ഇതിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ബി, സപ്പോസ് ടു ഡു എന്നുള്ളൊരു സ്ട്രക്ചർ. അതുപോലെ തന്നെയുള്ള മറ്റൊരു സൂപ്പർ സ്ട്രക്ചറിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് സംസാരിച്ച് തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള, ഇന്നും പൂർണ്ണമായിട്ടും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കാത്ത ഒരു മനോഹരമായിട്ടുള്ളൊരു സൂപ്പർ സ്ട്രക്ചറാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സമയമായി എന്ന് പറയും. അത് നമുക്ക് വളരെ എളുപ്പം ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. പക്ഷെ ചിലത് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയും ചില സമയത്ത്. നമ്മൾ പത്രഭാഷയിലാണെങ്കിലും പ്രസംഗത്തിലൊക്കെ ആണെങ്കിലും ധാരാളം കേൾക്കുന്ന ഒരു പ്രയോഗമാണ്, ഇത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ധാരാളം കേൾക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിവിടെ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയുണ്ട്. അത് വാസ്തവത്തിൽ എങ്ങനെയാണ് സ്പോക്കൺ സ്റ്റൈലില് നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ പ്രയോഗിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്നാൽ മാത്രമാണ് നമ്മുടെ നിത്യ ജീവിതത്തിലെ പല സംഗതികളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മനോഹരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാനും പ്രകടിപ്പിക്കാനും സാധിക്കുള്ളൂ. അതിനെ പറ്റിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഒരു 4 സ്റ്റെപ്പായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ആദ്യം നമ്മളെല്ലാവരും അറിയുന്ന ഒരു ചെറിയൊരു പ്രയോഗം ആദ്യം മനസ്സിലാക്കുക. സമയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം. സിമ്പിൾ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ടൈം എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ പറയാം. ഇനി ഇതിന്റെ കൂടെ നമുക്കറിയാം, ഇനി എന്ത് പറയുകയാണെങ്കിലും ബി ഡു ഹാവ് എന്നുള്ള ആ കോൺസെപ്റ്റിലൂടെ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇംഗ്ലീഷ് ഭാഷ അതിന്റെ സമഗ്രതയോടെ നമുക്ക് കൈപ്പിടിയിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമായി. എന്തിന് സമയമായി എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. ടു ബി, ഇങ്ങനെ ആവാൻ സമയമായി. ടു ഡു, ഇങ്ങനെ ചെയ്യാൻ സമയമായി. ടു ഹാവ്, ഇങ്ങനെ സ്വന്തമാക്കാൻ സമയമായി എന്നാവാം, അല്ലെങ്കിൽ കഴിക്കാൻ സമയമായി എന്നും ആവാം. കാരണം ഹാവിന് അങ്ങനെ രണ്ടർത്ഥമുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ടൈം ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആകാൻ സമയമായി. അതെന്ത് വേണമെങ്കിലും ആവാം. ഇറ്റ് ഈസ് ടൈം ടു ബി സീരിയസ്, ഇറ്റ് ഈസ് ടൈം ടു ബി കമ്മിറ്റഡ്, ഇറ്റ്സ് ടൈം ടു ബി സിൻസിയർ, ഇറ്റ്സ് ടൈം ടു ബി പ്രൊഫഷണൽ. അങ്ങനെ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബി ഐഡിയയിൽ പറയാനുള്ള എന്ത് വാക്ക് വേണമെങ്കിലും പറയാം. ഇറ്റ് ഈസ് ടൈം ടു ബി സംതിങ് ഓർ സംബഡി. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇറ്റ് ഈസ് ടൈം ടു ഡു സംതിങ് അതുപോലെ തന്നെ മനോഹരമായിട്ട് പറയാം. വളരെ എളുപ്പമല്ലേ? ഇറ്റ് ഈസ് ടൈം ടു ഡു സംതിങ്. നമുക്കറിയാം, ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡ്യൂപ്ലിക്കേഷൻ ടെക്നിക്. ആ ഡൂവിന്റെ സ്ഥാനത്ത് അതുപോലെ നമ്മൾ ഏത് ആക്ഷൻ ആണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങ് ചുമ്മാ അങ്ങ് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാനാണ് സമയമായി എന്നാ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ആക്ഷനെ അങ്ങ് പറയുക. ഇറ്റ്സ് ടൈം ടു ഡു സംതിങ്. ആ ഡൂവിന്റെ പകരം നമ്മൾ സംസാരിക്കാൻ സമയമായി എന്നാക്കാണ്. അപ്പൊ എങ്ങനെയാവും? ഇറ്റ്സ് ടൈം ടു സ്പീക്ക് സംതിങ്, ഇറ്റ്സ് ടൈം ടു ലേൺ ഇംഗ്ലീഷ്, ഇറ്റ്സ് ടൈം ടു കോൾ മൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് ടൈം ടു ഓപ്പൺ മൈ ഇമെയിൽ, ഇറ്റ് ഈസ് ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇഷ്ടം പോലെ എന്ത് ആക്ഷൻ വേണമെങ്കിലും ആ ഡൂവിന്റെ സ്ഥാനത്ത് അങ്ങ് പറയാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത് ചെയ്യാൻ സമയമായി എന്നുള്ളൊരു അർത്ഥം കിട്ടി. ഇതുപോലെ തന്നെ നമ്മൾ ഹാവിലും അങ്ങ് പറഞ്ഞേക്കണം. ഇറ്റ് ഈസ് ടൈം ടു ഹാവ് സംതിങ്. അപ്പൊ ഹാവിന് പ്രധാനപ്പെട്ട അർത്ഥം സ്വന്തം ഉടമസ്ഥാവകാശം കാണിക്കാനുള്ളതാണെന്ന് നമ്മൾ സ്പെല്ലിന്റെ ഫസ്റ്റ് ഭാഗത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ ഇറ്റ്സ് ടൈം ടു ഹാവ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്വന്തമാക്കാൻ സമയമായി എന്നാണ് നമ്മൾ പറയുന്നത്, അത് അങ്ങ് പറഞ്ഞോളൂ. ഇറ്റ്സ് ടൈം ടു ഹാവ് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി, അങ്ങനെയാവാം. ഇറ്റ്സ് ടൈം ടു ഹാവ് സം ഫ്രീ ടൈം, ഇറ്റ്സ് ടൈം ടു ഹാവ് സം സീരിയസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള കുറെ ചിന്തകൾ സ്വായത്തമാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നേടേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ടു ഹാവ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് നേടാൻ സമയമായി. നേടാൻ, സ്വന്തമാക്കാൻ. ഇറ്റ്സ് ടൈം ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. അപ്പൊ ഭക്ഷണകാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ ഹാവിന്റെ അർത്ഥം അപ്പൊ കഴിക്കുക, കുടിക്കുക, തിന്നുക എന്നുള്ള അർത്ഥത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകും. നമുക്കതറിയാം. അപ്പൊ ഇറ്റ് ഈസ് ടൈം ടു ബി സംതിങ്, ഇറ്റ്സ് ടൈം ടു ഡു സംതിങ് ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ഹാവ് സംതിങ്. കംപ്ലീറ്റ് ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ കിട്ടി സ്പെൽ സിസ്റ്റം പ്രകാരം. ഓക്കെ, ഇനി നമ്മൾ ഈ ഡൂവിനെ മാത്രം ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യാൻ പോകണം. കാരണം നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിലിങ്ങനെ പോകാൻ പറ്റില്ല. വി ഹാവ് ഗോട്ട് സം ടൈം റെസ്ട്രിക്ഷൻസ്, ദാറ്റ്സ് വൈ. സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ എക്സ്ക്ലൂസീവ്ലി ഓൺ ദിസ് ടു കൺസെപ്റ്റ്. ടു മീൻസ് action, the action king of English language. You know that. All right. So it is time to do something. ഇങ്ങനെ ചെയ്യാൻ സമയമായി എന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. ചെയ്യാൻ സമയമായി എന്ന് മാത്രം ജസ്റ്റ് ഒരു ഇംപേഴ്സണൽ ഇൻഫർമേഷൻ ആണത്. പഠിക്കാൻ സമയമായി.
ഇറ്റ്സ് ടൈം ടു ലേൺ സംതിങ്, ഇറ്റ്സ് ടൈം ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇങ്ങനെ ചെയ്യാൻ സമയമായി എന്ന് മാത്രം പറയുന്നതാണ്. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ആർക്ക് ചെയ്യാൻ സമയമായി അതവിടെ നമ്മൾ അങ്ങ് ചുമ്മാ കൂട്ടിച്ചേർക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളില്ലേ ഐ, യു, വി, ദേ ഇതുള്ളത്, ഈ ഫോംസ് ഒക്കെ ശരിക്കും അതൊരു സബ്ജക്റ്റീവ് ഫോംസ് ആണ്. നമ്മൾ അതിനെ ഒബ്ജക്റ്റീവ് ഫോമിൽ പറയണം. ഇപ്പോൾ എനിക്ക് സമയമായി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം ഫോർ മീ എന്ന് പറയണം, ഫോർ ഐ എന്ന് പറയാൻ പാടില്ല. ഐ എന്നുള്ളതിന് പകരം മീ പറയണം. യു എന്നുള്ളതിന് പകരം യു തന്നെ, കാരണം യുവിന്റെ ഒബ്ജക്റ്റീവ് ഫോം അത് തന്നെയാണ്. ഹി എന്നുള്ളതിന് പകരം ഹിം എന്ന് പറയണം. അവന് സമയമായി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം ഫോർ ഹിം, ഇറ്റ്സ് ടൈം ഫോർ ഹി എന്ന് പറയാൻ പാടില്ല, ഇറ്റ്സ് ടൈം ഫോർ ഹിം. അവൾക്ക് സമയമായി, ഇറ്റ്സ് ടൈം ഫോർ ഹർ. നമുക്ക് സമയമായി, ഇറ്റ്സ് ടൈം ഫോർ us, വി പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ ദേ പറയാൻ പാടില്ല, ദം. ക്ലിയർ അല്ലേ? അപ്പൊ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഡു സംതിങ്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ സമയമായി. ഇറ്റ്സ് ടൈം ഫോർ യു ടു ഡു സംതിങ്, നിങ്ങൾക്ക് ചെയ്യാൻ സമയമായി. ഇറ്റ്സ് ടൈം ഫോർ ഹർ ഓർ ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു തിങ്ക് അബൌട്ട് ഇറ്റ് സീരിയസ്ലി, അവന് അല്ലെങ്കിൽ അവൾക്ക് അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കാൻ സമയമായി. ഇറ്റ്സ് ടൈം ഫോർ ഹെർ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ടൈം ഫോർ us ടു ബിഗിൻ എ ചാറ്റ് ക്ലബ്, ഒരു ചാറ്റ് ക്ലബ്ബ് തുടങ്ങാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ഫോർ us, നമുക്ക് തുടങ്ങേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ഫോർ us, വി അല്ല us. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? ചുമ്മാ നമുക്ക്, അവർക്ക്, ഇവർക്ക് എന്നൊന്നും പറയുന്നില്ല, ചെയ്യാൻ സമയമായി, അത്രേ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നുള്ളൂ. ഇറ്റ്സ് ടൈം ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്, ഇറ്റ്സ് ടൈം ടു എൻജോയ് ദ ലൈഫ്. അങ്ങനെ പ്ലെയിൻ ആയിട്ട് ആർക്കെന്നൊന്നും പറയുന്നില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ ഇത് ആർക്കാണ് എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങ് പറയും. ഇറ്റ്സ് ടൈം ഫോർ us ടു ഗോ ഓൺ എ ട്രിപ്പ്, ഇറ്റ്സ് ടൈം ഫോർ us ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ടൈം ഫോർ us ടു ഗെറ്റ് മാരീഡ്. മാരേജ് ചെയ്യേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ഫോർ യു ടു തിങ്ക് അബൌട്ട് ഇറ്റ്, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായി. നീ എങ്ങനെ ചെയ്യേണ്ട സമയമായി, അവർ എങ്ങനെ ചെയ്യേണ്ട സമയമായി, എവറിബഡി, എല്ലാവരും ചെയ്യേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ഫോർ എവറി വൺ ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായി. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഈ രണ്ട് സ്റ്റേജും ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രസന്റ് സ്റ്റേജിലാണ്. അതായത് ഇപ്പോൾ ചെയ്യാൻ സമയമായി, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സമയമായി, പ്രസന്റ് ആണ്. ഓൾറൈറ്റ്, ഇനി നമ്മളിത് പാസ്റ്റിൽ പറയാൻ പോകണം. പാസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടനയാണ് പാസ്റ്റ് ആവുന്നത്. പക്ഷെ നമ്മുടെ സംഭാഷണത്തിൽ ഇത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നൊന്നും നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും കാലം ആലോചിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മൾ പറയാം, ഈ പറഞ്ഞ ആക്ഷൻസ് തന്നെ പറയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ, കണ്ടോ, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ ക്ലാസ്സിലാണെങ്കിലും അതുമാതിരി ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകളുടെ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സൂപ്പർ സ്ട്രക്ചർ നമ്മുടെ ഗ്ലാസ് സീലിംഗ് എത്രത്തോളം ഉയരുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഡു സംതിങ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ ഇംഗ്ലീഷ് നല്ല ഘടനയുമായിട്ട് നല്ല പരിചയമില്ലാത്ത ആൾക്കാർ പറയുന്ന ഒരു ശൈലിയുണ്ട്, ദ ടൈം ഈസ് ഓവർ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു വിചിത്രമായ രീതി, നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കാന്ന് പറയില്ലേ, അതുപോലുള്ള ഒരു വിചിത്രമായ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിലൂടെ പറയുള്ളൂ. ദ ടൈം ഈസ് ഓവർ ടു പാസ് ദ എക്സാം, എക്സാം പാസ്സാവേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ദ ടൈം ഈസ് ഓവർ, കണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതിനെ ടൈം ഈസ് ഓവർ എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ടാണ് ബാക്കിയുള്ളത് പറയുക. ഇപ്പൊ നീ കല്യാണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ടൈം ഈസ് ഓവർ ടു മാരി എന്ന് പറയും. ഇങ്ങനെയേ നമുക്ക് വരുള്ളൂ. പക്ഷെ ഈ സ്ട്രക്ചറിലൂടെയാണ് അത് പറയേണ്ടത് എന്നും അതിൽ ഏത് ആക്ഷനാണോ നമ്മൾ സമയം വൈകി എന്ന് സൂചിപ്പിക്കുന്നത് ആ ആക്ഷനെ ചുമ്മാ അതിന്റെ പാസ്റ്റ് ഫോമിൽ അങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഇതിന്റെ രസകരമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ അവിടെ പോകേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗോ അല്ലേ. അപ്പൊ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ ആണ് പോകേണ്ട സമയമായി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ പോകേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം യു വെന്റ്, യു വെന്റ് എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുമ്പത്തെ സ്ട്രക്ചർ നോക്കുക, ഇറ്റ്സ് ടൈം ഫോർ യു ടു ഡു സംതിങ്, അവിടെ ടു ഡു പറയും, ടു ഗോ. ഇവിടെ ആ സ്ട്രക്ചർ അല്ല, ഇറ്റ്സ് ടൈം, ആ ഫോർ യു പറയില്ല, ഫോർ ഇല്ല, ഇറ്റ്സ് ടൈം യു വെന്റ്, കണ്ട, ഇറ്റ്സ് ടൈം ഫോർ യു ടു ഡു എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിൽ. അതായത് നമ്മുടെ സെക്കൻഡ് ഘടനയിൽ കേട്ടോ. തേർഡിലേക്ക് വരുമ്പോൾ സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം യു ഡിഡ്, അവിടെ ഫോർ ഇല്ല. ആ ഘടനാ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ശരിക്കും
മാതൃഭാഷ പോലെ ശരിക്കും അവിടെ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ ശരിക്കും അതിൽ ഭാഷയിലൊന്ന് ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ ബുദ്ധിപരമായിട്ട് പഠിച്ച് അനലൈസ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഇവിടെ ഇതൊരല്പം കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, അതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഇനി വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. പക്ഷെ ഈ 2 സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഒരു തരംതിരിവ് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. ഇറ്റ്സ് ടൈം ടു ഡു സംതിങ്, ചെയ്യാൻ സമയമായി. ഇറ്റ്സ് ടൈം ഫോർ യു ടു ഡു സംതിങ്, നിങ്ങൾക്ക് ചെയ്യാൻ സമയമായി. ഇനി പാസ്റ്റ് ഘടന, ഇറ്റ്സ് ടൈം യു ഡിഡ് സംതിങ്, നീ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു വ്യത്യാസം പിടികിട്ടിയാൽ മതി. പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് വളരെ എളുപ്പമാണ്. ഇറ്റ്സ് ടൈം യു ഡിഡ് എന്നുള്ളതിന് പകരം ഒരല്പം ഒരു തീവ്രത കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ഹൈ ടൈം എന്നാക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രാസംഗികരുടെ ശൈലിയില്ലേ, സമയം വല്ലാതെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കണോ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥം കിട്ടുക ഇറ്റ്സ് ഹൈ ടൈം എന്ന് പറയുമ്പോഴാണ്. ഇപ്പൊ നമ്മൾക്ക് നോക്കാം, ഇറ്റ്സ് ടൈം we stopped or we banned smoking in our club. നമ്മുടെ ക്ലബിൽ സ്മോക്കിംഗ് ബാൻ ചെയ്യേണ്ട സമയം വൈകി കഴിഞ്ഞു, സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം വി സ്റ്റോപ്ഡ് ഇറ്റ്. ഇറ്റ്സ് ടൈം വി ഡിഡ് സംതിങ്, വി സ്റ്റോപ്ഡ് ഇറ്റ്. ഇത് വല്ലാതെ വൈകി എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഹൈ ടൈം വി സ്റ്റോപ്ഡ് ഇറ്റ്. പക്ഷെ ആ ഒരു ശൈലി ഒരല്പം കൂടി ഒരു തീവ്രത നമ്മുടെ സംഭാഷണത്തിന്റെ സ്റ്റൈലിൽ കൊണ്ടുവരണം എന്ന് മാത്രം. ഈ 4 സ്റ്റെപ്പുകൾ നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ എക്സാമ്പിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ആർക്ക് എന്ന് പറയുന്നില്ല, ചുമ്മാ ഇംപേഴ്സണൽ ആയിട്ട് ഒരു അനൗൺസ്മെന്റ് മാതിരി പറയണത്. ഇറ്റ്സ് ടൈം ടു കം, വരാൻ സമയമായി. ഇനി ആർക്ക് എന്ന് പറയുന്ന 2ാമത്തെ സ്റ്റേജില് ഇറ്റ്സ് ടൈം ഫോർ ഹെർ ടു കം, അവൾക്ക് വരാൻ സമയമായി. 3ാമത്തെ സ്റ്റേജില് അവൾ വരേണ്ട സമയം കഴിഞ്ഞു എന്നായിട്ടാ, അതാണ് പറയാ ഇറ്റ്സ് ടൈം ഷീ കെയിം. അപ്പൊ ഫോർ ഇല്ല, ഇറ്റ്സ് ടൈം ഷീ കെയിം. ഇനി വല്ലാതെ വൈകിയ എന്ന് പറയും ഇറ്റ്സ് ഹൈ ടൈം ഷീ കെയിം ബാക്ക്. ഇറ്റ്സ് ഹൈ ടൈം ഷീ കെയിം ബാക്ക് എന്ന് പറയും. ഇത് ആക്ച്വലി നമുക്കൊരു ഫാമിലിയിൽ നടക്കുന്ന ഒരു റിയൽ സ്റ്റോറി ആയിട്ട് നമുക്ക് ശരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യാം, ലിങ്ക് ചെയ്യാൻ പറ്റും. 4 മണിയായി. 4 മണി ആവണ സമയത്ത് നമ്മൾ വീട്ടിലത്തെ കാർന്നൂര് വീട്ടിലെ ഗൃഹനാഥയെ നോക്കി പറയണ്, ചായ വയ്ക്കുന്ന സമയമായി, മോളിപ്പോ വരും. അപ്പൊ ഇറ്റ്സ് ടൈം ഫോർ ടീ, ഇറ്റ്സ് ടൈം ടു മേക്ക് ടീ, ചായ വയ്ക്കാൻ സമയമായി. ഇറ്റ് ഇസ് ടൈം ടു മേക്ക് ടീ. ഇറ്റ്സ് ടൈം ടു ഡു, 1ാമത്തെ ഘടനയിലേക്ക് എത്തി. അതിന് കാരണം പറയാണ്, കാരണം മകൾ വരേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ഫോർ ഹെർ ടു കം ബാക്ക്. ഇറ്റ്സ് ടൈം ഫോർ ഹെർ ടു കം ബാക്ക് ഹോം, അവൾ വീട്ടിലേക്ക് മടങ്ങി വരാൻ സമയമായി. അപ്പൊ 2 സ്ട്രക്ചറും അവിടെ കഴിഞ്ഞില്ലേ. ഇത് 4 മണി ആവണ സമയത്ത് പറയുന്നതാണ് കേട്ടോ. ഇനി 4:30 ആയിട്ടും മകൾ വീട്ടിലെത്തിയില്ല. അപ്പൊ കാർന്നൂർ എന്ത് പറയും? അവൾ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇറ്റ്സ് ടൈം ഷീ കെയിം ബാക്ക്. കണ്ടോ? അപ്പൊ ഇവിടെ ഫോർ വരുന്നില്ല. ഞാനിത് ഇടയ്ക്കിടയ്ക്കിട്ട് പറയാൻ കാരണം നമ്മൾ ബുദ്ധിപരമായിട്ട് ഭാഷയെ പഠിക്കുന്ന ആളുകളായതുകൊണ്ടാണ്. അത് ശ്രദ്ധിക്കണം. ഇറ്റ്സ് ടൈം ഷീ കെയിം ബാക്ക്, അവൾ വരേണ്ട സമയം കഴിഞ്ഞു. 4:30 ഇപ്പൊ പറയും, നമ്മൾ അങ്ങനെ പറയും. 4:30 ആയിട്ടും വന്നില്ല, സമയം 6 കഴിഞ്ഞു, 8 മണിയായി. അപ്പൊ ആദ്യം എടുത്തു. പിന്നെന്താ പറയാ? അവള് വരേണ്ട സമയം വല്ലാതെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ഡേഞ്ചർ സോണിൽ തമ്മിലാണ് പറയാ ഇറ്റ്സ് ഹൈ ടൈം ഷീ കെയിം ബാക്ക് എന്ന് പറയാ. ഇപ്പൊ ഒരൊറ്റ ആക്ഷനെ ആ 4 ടൈം സെൻസിലൂടെ കടത്തിക്കൊണ്ട് പോയപ്പോൾ ഈ ഘടനാപരമായിട്ടുള്ള വ്യത്യാസവും അതിന്റെ ആ ടൈം സെൻസുകളും വളരെ എളുപ്പം മനസ്സിലായില്ലേ. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഇതിൽ നിങ്ങൾ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് അങ്ങ് പറഞ്ഞാൽ മതി. ഈ വേർഡ്സ് മാറ്റി മാറ്റി വ്യത്യസ്തമായിട്ട് അങ്ങ് പറയാം. അപ്പൊ ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്, ബട്ട് ഇറ്റ്സ് വെരി ഇഫക്റ്റീവ് ബിക്കോസ് വി ഡോണ്ട് നോ ദാറ്റ് ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ദിസ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജ്. 3ഉം 4ഉം തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരു ഹൈ എന്നൊരു വാക്ക് കൂടിച്ചേരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ 2ഉം 3ഉം തമ്മിൽ, പ്രസന്റും പാസ്റ്റും തമ്മിലുള്ള ആ ഒരു ചാട്ടം, ഒരു ഗ്രേഡ് വ്യത്യാസമുണ്ട്. നിനക്ക് ചെയ്യാൻ സമയമായി, നീ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. 2 ഡയമെൻഷനാണ്. ഇത് 2ഉം വ്യക്തമായിട്ട് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ സംഗതി ഓക്കെ. ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഒന്നും കൂടെ ഉറക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു സ്റ്റോറി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. വി ക്യാൻ കുക്ക് അപ്പ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ലൈക്ക് ദിസ്. നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാണ്. നമ്മളിപ്പോ ഫ്രണ്ട് മീൻസ് നല്ല ചെറുപ്രായത്തില്, അപ്പൊ ആള് മീശൊക്കെ മുളച്ചു, ജോലിയൊക്കെ കിട്ടി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്വന്തമായി തീരുമാനങ്ങളൊക്കെ എടുത്തു തുടങ്ങി, കാര്യങ്ങള് സ്വയം കൺട്രോൾ എടുത്തു തുടങ്ങിയപ്പോ ഒരു അനൗൺസ്മെന്റ് മാതിരി നമ്മൾ പറയണം, ഇറ്റ്സ് ടൈം ടു മാരി, കല്യാണം കഴിക്കാൻ സമയമായി എന്ന് പറയണം. അവന്റെ ആ ഒരു മൊത്തത്തിലുള്ള അവന്റെ ലൈഫ് കണ്ടിട്ട് പറയണം ഇറ്റ് ഇസ് ടൈം ടു മാരി. അവനെന്ന് പറയുന്നില്ല, ശ്രദ്ധിക്കുക, ഇറ്റ്സ് ടൈം ടു മാരി എന്ന് പറയണം. അപ്പൊ അവനത് കേട്ടിട്ട് കൊള്ളാം, അപ്പോ എന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു 2 കൊല്ലം കഴിയുമ്പോ നമ്മൾ പറയണം. അപ്പൊ നമ്മൾ പറഞ്ഞത് അവനൊരു 25 വയസ്സുള്ള സമയത്താണ് പറഞ്ഞത്. അപ്പോ നമ്മൾ പറയണം ഓക്കെ സമയമായി എന്ന് പറയണം, ഇറ്റ് ഈസ് ടൈം ടു മാരി എന്ന് പറയണം.
2 കൊല്ലം കഴിയുമ്പോൾ അവനത് ഗൗരവമായിട്ട് എടുത്തില്ല എന്നൊരു സംശയം തോന്നുമ്പോൾ നമ്മൾ പറയണത് ദേ നിനക്ക് കല്യാണം കഴിക്കാൻ സമയമായിട്ടോ എന്ന് പറയണം. കാരണം 27ആയി. ഇറ്റ്സ് ടൈം ഫോർ യു ടു മാരി, ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗെറ്റ് മാരീഡ് അങ്ങനെയും പറയുമ്പോൾ ഇറ്റ്സ് ടൈം ഫോർ യു ടു മാരി, കാരണം 27ആയി. അപ്പൊ അവൻ ഓക്കെ എന്നുകൊണ്ട് അങ്ങനെ റെസ്പോൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കല്യാണം നടക്കുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെയോ ലൈഫിലെ മറ്റ് പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ആയിട്ട് വി സെപ്പറേറ്റഡ് വേയ്സ്, വി പാർട്ടഡ് വേയ്സ്, നമ്മൾ വഴി പിരിഞ്ഞു പോയി. ഞാൻ എന്റെ വഴി കൂടെയും പോയി, അവൻ അവൻ്റെതായിട്ടുള്ള രീതി കൂടെ പോയി. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ദാറ്റ് മീൻസ് 27ാമത്തെ വയസ്സിലാണ് നമ്മൾ അവനോട് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമയമായി അവന്. പിന്നെ ഒരു 10 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. 10 വർഷത്തിന് ശേഷം കാണുമ്പോൾ അവന്റെ വയസ്സ് എത്രയായി? 27 എന്നുള്ളത് 37ആയി. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇവിടെ ചങ്ങാതി കല്യാണം കഴിക്കേണ്ട സമയം കഴിഞ്ഞല്ല എന്ന് പറയില്ലേ. അപ്പൊ നമ്മൾ ഈ തേർഡിലേക്ക് വരും. മൈ ഡിയർ, ഇറ്റ്സ് ടൈം യു ഗോട്ട് മാരീഡ്, ഇറ്റ്സ് ടൈം യു മാരീഡ് മാൻ. കല്യാണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോഴാണ് അവന് ചൂടായ, ശരിയാ ഞാൻ നോക്കണ്ട്, പറ്റിയ ആളെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടക്കുക. അപ്പൊ സമയം എത്രയായി? 37ആയിട്ടാ. പിന്നെ അവൻ നമ്മൾ വീണ്ടും പിരിഞ്ഞു പോയി. പിന്നെ വീണ്ടും ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോ അപ്പൊ 37 എന്നുള്ളത് വീണ്ടും ഒരു 42-43 വയസ്സായപ്പോഴാണ് വീണ്ടും അവനെ കണ്ടുപിടണത്. അപ്പൊ ചോദിക്കണം, എങ്ങനെയൊക്കെയുണ്ട് ഫാമിലി ലൈഫ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണു, വാട്ട് ഫാമിലി, ഐ എം സ്റ്റിൽ സിംഗിൾ, മാരേജ് ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഓഫ്, വല്ലാതെ വൈകിടാ, ഇനി കഴിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. ഓ മൈ ഡിയർ, ഇറ്റ്സ് ഹൈ ടൈം യു ഗോട്ട് മാരീഡ്. നീ കല്യാണം കഴിക്കേണ്ട സമയം വല്ലാതെ അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോ ആ സ്റ്റേജുകൾ മനസ്സിലാവുന്നില്ലേ? വല്ലാതെ വൈകിയ സ്റ്റേജ് കാണിക്കുമ്പോൾ ഇറ്റ്സ് ഹൈ ടൈം എന്ന് വെച്ച് നമ്മൾ പറയാം. ഈ ചെറിയൊരു സ്റ്റോറി മനസ്സിൽ വിചാരിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ സ്ട്രക്ചറിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് എളുപ്പം മനസ്സിൽ സൂക്ഷിക്കാം. ഇനി വേണ്ടത് എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള പല വേർബ്സും അതുപോലെ വെച്ചാൽ പറയും. ഇത് ഒരു വെർബ് തന്നെ എല്ലാവരോടും പറയണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്, വാശി പിടിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ തന്നെ കുറെ അങ്ങ് പറഞ്ഞു പഠിക്കുക. ഇപ്പൊ നോക്കി, ഇപ്പൊ പാസ്റ്റിൽ പറയാ, നമ്മളിങ്ങനെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ലൈഫിൽ നോക്കുക, നമ്മൾ ഈ റൂം ഒന്ന് വൃത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു. ഇറ്റ്സ് ഹൈ ടൈം ആണെന്നില്ല, ഇറ്റ്സ് ടൈം വി ടൈഡിഡ് അപ്പ് ദിസ് റൂം. ടൈഡി അപ്പ് എന്ന് പറയും, റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. നോട്ട് ക്ലീൻ എന്ന് പറയാ. ഇറ്റ്സ് ടൈം വി ക്ലീൻഡ് ദ റൂം. നമ്മൾ അവനെ ഒന്ന് വാണ്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇറ്റ്സ് ടൈം വി വാണ്ട് ഹിം. വല്ലാതെ വൈകി പറഞ്ഞാൽ ഇറ്റ്സ് ഹൈ ടൈം എന്ന് പറയാം. അത് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. നമ്മൾ ഒരു AC ഫിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇറ്റ്സ് ടൈം വി ഫിക്സ്ഡ് ആൻ AC ഇൻ അവർ റൂം. കണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിയൽ ലൈഫിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട സമയം വൈകി എന്ന് തോന്നണേ, അതൊക്കെ ഈ കറക്റ്റ് ഈ പാസ്റ്റ് ടെൻസിൽ അങ്ങ് പറഞ്ഞു പഠിക്കുക. ഫോർ വരരുത്, ടു ഡു സ്ട്രക്ചറും വരരുത്. അങ്ങനെ ആ ഗ്രേഡുകൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പാസ്റ്റ് വ്യക്തമായിട്ട് പറയാം. ഫസ്റ്റ് 2 നമുക്ക് വളരെ എളുപ്പം പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്തരം സിമ്പിൾ ആണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പാണ്. ബട്ട് സ്മോൾ, നമ്മൾ സിനിമയിൽ പറഞ്ഞ മാതിരി വളരെ സിമ്പിൾ ആണ് ബട്ട് വെരി പവർഫുൾ എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് സ്മോൾ ബട്ട് വെരി പവർഫുൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് എക്സാമ്പിൾസ് സ്വയം അങ്ങനെ പറഞ്ഞു പഠിക്കുക. ആൻഡ് അപ്ലൈ ദം ഇൻ റിയൽ ലൈഫ് ആൻഡ് മേക്ക് യുവർ പ്രസൻസ് ഫെൽറ്റ്. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർ അങ്ങ് അറിയട്ടെ. ലെറ്റ് ദം നോ ദാറ്റ് യു ആർ ദ മാൻ ഓർ യു ആർ ദ പേഴ്സൺ ഹു നോസ് വാട്ട് ഈസ് വാട്ട്. കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് നിങ്ങളെന്ന് ആളുകളൊക്കെ ഒന്ന് അറിയട്ടെ. അതിനും പാകത്തിന് നല്ല സ്ട്രക്ചറുകൾ, നല്ല കിട്ടിലൻ സാധനങ്ങൾ അടക്കിയൊക്കെ നിങ്ങളുടെ സംഭാഷണത്തിൽ അങ്ങോട്ട് ഇറ്റ് ജസ്റ്റ് ഡ്രോപ്പ് ഹിയർ ആൻഡ് ദയർ. അവിടെ നമ്മൾ നെയിംസ് ഡ്രോപ്പിംഗ് എന്ന് പറയില്ലേ, എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഇന്ന ആളുടെ പേരുകൾ ഇങ്ങനെ പറയാം, അതിനാണ് നെയിം ഡ്രോപ്പിംഗ് എന്ന് പറയാം. അതുപോലെ ജസ്റ്റ് ഡ്രോപ്പ് സം സൂപ്പർ സ്ട്രക്ചർ ഹിയർ ആൻഡ് ദയർ. ലെറ്റ് ദ പീപ്പിൾ നോ ദാറ്റ് യു നോ വാട്ട് ഇംഗ്ലീഷ് ഈസ്. ഇംഗ്ലീഷ് എന്താണെന്ന് ആളുകൾക്ക് ഒന്ന് അറിയട്ടെ. അതിന് വേണ്ടിയിട്ട് ഇത്തരം സംഗതികളൊക്കെ അട്ടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കുക. ഓൾറൈറ്റ്? ആൻഡ് experience the respect and response from the people. Okay, that's all. We'll meet again with another interesting element in the next class. Till then, bye bye, take care.